അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനായ അബൂ ഹാത്തിം മുഹമ്മദ് ബിൻ ഹിബ്ബാൻ തങ്ങളുടെ 5 വാള്യങ്ങളടങ്ങുന്ന കിതാബു സിക്കാത്ത് എന്ന് പറയുന്ന ഈ ഒരു കിതാബാണ്. നമുക്കറിയാം, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഉൾപ്പെടെ ധാരാളം കിതാബുകൾ രചിച്ച മുഹദ്ദിസീങ്ങളിൽ പ്രമുഖരാണ് മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ. മഹാനവറുകൾ ഹിജറ 354 വഫാത്താകുന്നത്. ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ധാരാളം ളുഅഫാക്കളായ ആളുകളും അതുപോലെ സിഖാത്തുകളായ ആളുകളുമുണ്ട്. അഥവാ വിശ്വസ്തരായിട്ടും അതുപോലെ ദുർബലരായിട്ടും കണക്കാക്കുന്ന ആളുകൾ. ഇത് സിഖാത്തുകളായ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ രചിച്ചതാണ് കിതാബു സിഖാത്ത് എന്ന് പറയുന്ന ഈ ഒരു 5 വാള്യങ്ങൾ അടങ്ങുന്ന കിതാബ്. ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ 325 പേജിൽ മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ 2392 മഹാനായിട്ട് പരിചയപ്പെടുത്തുന്നത് അലി ഇബ്നു മൂസ റിള എന്ന് പറയുന്ന വലിയൊരു മഹാനെയാണ്. അതിൽ കാണാം, മഹാനായ അലി ഇബ്നു മൂസ റിള എന്ന് പറയുന്നവര് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അവിടുത്തെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ, അലി എന്നവരുടെ മകൻ, മുഹമ്മദ് എന്നവരുടെ മകൻ, ജഅഫർ എന്നവരുടെ മകൻ, മൂസ എന്നവരുടെ മകൻ അലിയു റിള എന്നതാണ് മഹാനവറുകളുടെ പൂർണ്ണമായ നാമം. മഹാനവറുകൾ അഹ്ലുബൈത്തിലെ സാദാത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. ഹിജറ 203 മഹാനായ അലിയു റിള എന്നവർ വഫാത്താകുന്നത്. മഹാനവറുകളുടെ ഖബർ ഷെരീഫ് സെനാബാദ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാലഘട്ടത്ത് ധാരാളം ആളുകൾ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രസിദ്ധമായിരുന്നു എന്ന് ഇതിൽ കാണാം. എന്നിട്ട് മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുകയാണ്, ഖദ് സുർതുഹു മിറാറൻ കസീറ, ഞാൻ ധാരാളം പ്രാവശ്യം മഹാനായ അലിയു റിള എന്നവരുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്. ഞാൻ തൂസിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയത്തൊക്കെ ഞാൻ മഹാനായ അലിയു റിള തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ ചെന്ന് എൻ്റെ വേവലാതികൾ അവിടുത്തെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്തത് കാരണം എനിക്ക് എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കിട്ടാറുമുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നു. വഹാദാ ഷൈഉൻ ജറബ്തുഹു മിറാറൻ, ഇത് ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണ് എന്നുകൂടെ മഹാനവറുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഉൾപ്പെടെയുള്ള മുൻകഴിഞ്ഞു പോയ ധാരാളം മഹത്തുക്കൾ അവർക്ക് വല്ല പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് മഹാന്മാരുടെ ഖബർ ഷരീഫിനരികിൽ ചെന്നുകൊണ്ട് അവരെ സിയാറത്ത് ചെയ്യുകയും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്യുന്നവരാണ്. ലോകത്തുള്ള ഹദീസ് പണ്ഡിതന്മാരാകട്ടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാകട്ടെ, മുഫസ്സിരീങ്ങളാകട്ടെ, അവർക്ക് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് മഹാന്മാരുടെ ഖബർ ഷരീഫിനരികിൽ ചെന്നുകൊണ്ട് തവസ്സുലാക്കുകയും ഇസ്തിഗാസ നടത്തുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ലോക മുസ്ലിമീങ്ങളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ഒക്കെ നിലപാടുകൾ. ഇതിനെതിരെ നാം എന്ത് കണ്ടു കഴിഞ്ഞാലും അതൊക്കെ തള്ളപ്പെടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, ഇൻഷാ അള്ളാഹ് ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ കിതാബുകളും പുതിയ വിഷയങ്ങളും പരിചയപ്പെടാം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.